ആടിമർത്ത നൃത്തം ചവിട്ടുന്ന പുതിയ യുവതികളുടെ ലോകമാണ്. ഞങ്ങൾക്കെല്ലാം കീഴടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സംവരണത്തിന്റെ കോട്ടകളിലൂടെ അധികാരത്തിന്റെ സിംഹാസനങ്ങളിലേക്കുമ്പോഴും നിഷേധിക്കപ്പെടുന്ന സ്ത്രീമൂല്യങ്ങളെ കുറിച്ച് പറയാനാളില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, സംവരണം കിട്ടുന്നതിന് മുമ്പായിരുന്നോ സ്ത്രീപീഡനം കൂടുതലല്ല കിട്ടിയതിന് ശേഷമാണോ? തെരുവിൽ വലിച്ചെടുക്കപ്പെടുന്ന സ്ത്രീത്വത്തിന്റെ കാലമാണിത്. ചാരിത്രത്തിന് മൂല്യമില്ലാത്ത കാലമാണിത്. അതാ കണ്ടില്ലയോ, മോർച്ചറിയിൽ കിടക്കുന്ന പെണ്ണിന്റെ ജലത്തിന്റെ മാറ് കാണാനില്ല. കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വന്ന വാർത്തയാണ്. എത്രമാത്രം അധപ്പതിച്ചു പോയി നമ്മുടെ സമൂഹം. എവിടെയെത്തി പുതിയ തലമുറയുടെ വിചാരങ്ങൾ? ഇന്നലെയോ ഇന്നോ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന ഒരു കുടുംബത്തെ പിടിച്ച് വാഹനത്തിൽ കയറ്റി പീഡിപ്പിക്കാൻ ശ്രമിച്ച മുസ്ലിം നാമധാരികളായ പ്രതികളെ കുറിച്ച് നിങ്ങൾ ഇന്ന് വായിച്ചിട്ടുണ്ടാവും. കുടിച്ച് ലക്കുകെട്ട ഒരു തലമുറയുടെ ഗതികേട്. മാനുഷികതയെ മുഴുവനും പ്രളയം വെച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറ. അപ്പോഴും നമുക്ക് ഗമയാ, കുഴപ്പമില്ല ഉസ്താദെ, ഞമ്മൾക്ക് നല്ല പണത്തിന്റെ പത്രാസിന്റെ ഒക്കെ മേളിലാണ്. ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെ കുറിച്ച് വിലയിരുത്താൻ ഇവിടെ ആളില്ല. നമ്മുടെ സമൂഹം ഇതുപോലെ ഒരുപാട് അരുതായ്മകളുടെ നടുവിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? വീട്ടിൽ നിന്ന് ആത്മീയത നൽകാൻ പ്രത്യേക സ്രോതസ്സുകളില്ല. ഉമ്മാടെ ജീവിതം കണ്ടകടച്ചാണിയായ പിന്നെ മക്കൾ എങ്ങനെ നന്നാവാനാണ്? വാപ്പാന്റെ വിചാരം ആത്മീയതയിലല്ലെങ്കിൽ പിന്നെ മക്കൾ എവിടെ നിന്ന് പാഠം പഠിക്കാനാണ്? അതുകൊണ്ട് പെണ്ണുകളെ, ജീവിതം അല്ലാഹുവിന്റെ പ്രീതിയിലേക്ക് മാറ്റിയ രക്ഷയില്ല. കാരണം എന്താ? സഹോദരിമാരുടെ വസ്ത്രധാരണം പറഞ്ഞാൽ വല്ലാത്ത ദുരന്തമാണ്. ഇന്ന് പർദാ കച്ചവടക്കാരൻ കോടികൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് പെണ്ണിന്റെ സൗന്ദര്യം വിറ്റഴിച്ചുകൊണ്ടാണ്. ഇസ്ലാം പറഞ്ഞ ഒരു ലോഹ പിടിച്ചിങ്ങനെ ഇടണമെന്നല്ല. ഇപ്പോഴത്തെ കാലത്ത് പർദ ഹറാമാന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് പർദ എത്തിയിരിക്കുന്നു. അത്രയും വലിയ പരിഷ്കാരം ശൈത്താൻ പർദയുടെ ഉള്ളിൽ കയറി. മുമ്പ് ശൈത്താനിന് രക്ഷപ്പെടാനുള്ള കവചമായിരുന്നു പർദ. ഇന്നതല്ല. പർദാ കച്ചവടക്കാരൻ പെണ്ണിന്റെ വിചാരങ്ങളെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 10,000 രൂപയുടെ വിലയുള്ള പർദകൾ നമ്മുടെ സഹോദരിമാർ ഉപയോഗിക്കുമ്പോ തെരുവിലേക്ക് ഇറങ്ങിയാൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന പർദയാണോ വിമർശിക്കുന്ന പർദയാണോ? നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം. നിങ്ങൾ എണ്ണിക്കൊടുത്ത പൈസ എങ്ങോട്ടാണ് നിങ്ങളുടെ പെണ്ണിനെ നയിക്കുന്നത്? വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മുടെ സംസ്കാരങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ സഹോദരന്മാരുടെ മനസ്സിലേക്ക് വരേണ്ട വിചാരം, മോനെ, ഈമാനുള്ളവരുടെ വീട് ഇവിടെയല്ല, നമ്മുടെ വീടപ്പുറത്താണ്. ഇതൊരു താൽക്കാലികമായ റെസ്റ്റിംഗ് പ്ലേസ് ആണ്. ഇവിടുന്ന് പോകാനുണ്ട്, സഞ്ചാരം തുടരുകയാണ്. ഇത് താൽക്കാലികമാണ്. ഇവിടുത്തെ തുടക്കം ഒടുക്കമുള്ളതാണ്. ഇവിടുത്തെ ഉയർച്ച തകർച്ചയുടെ തുടക്കമാണ്. ഇവിടുത്തെ യുവാവ് നാളത്തെ കിഴവനാണ്. വായിക്കണം. ഇവിടുത്തെ ഒരു ജീവിത സർക്കിൾ, അത്യാവശ്യം പെൻഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് വയസ്സൊക്കെ ആകുമ്പോൾ പറയും, ഉസ്താദ് ഇനി എങ്ങനെയെങ്കിലും ഒന്ന് റാഹത്തായിട്ട് മരിച്ചാൽ മതി. അതാണ് ഈ ലോകത്തിന്റെ ഗതി. മോഹങ്ങൾ അവസാനിക്കുന്ന ലോകമാണിത്. മരിച്ചു കിട്ടിയെങ്കിലെന്ന് ചിന്തിക്കുന്ന ലോകമാണിത്. എന്നാൽ യഥാർത്ഥ ലോകമുണ്ട്. ആ ലോകത്തിന് വേണ്ടി സമ്പാദിക്കാനാണ് ഇവിടെ വന്നത്. ഇന്ന് നമ്മളെല്ലാവരും ചിലപ്പോൾ ഇസ്ലാമിന്റെ സംഘടനകളുടെയും കമ്മിറ്റികളുടെയും ഒക്കെ തലപ്പത്തിരിക്കുന്നവരായിരിക്കാം. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇസ്ലാമുണ്ടോ? ഇസ്ലാം അന്യമായി പോയി. വിശേഷിച്ചും നമ്മുടെ ഈ ഭാഗത്തേക്കൊക്കെ ആലോചിക്കുമ്പോ വിവാഹത്തിന്റെ അന്ന് ആചാരായാലും ഇസ്ലാമിന്റെ ലേബലുള്ള ആളായാലും മകളുടെയോ മകന്റെയോ കല്യാണത്തിന് ഇല്ലായ്മ ചെയ്യുന്ന മൂല്യങ്ങൾ എത്രയാണ്? അടിച്ചു പൊളിക്കുന്ന ലക്ഷങ്ങൾ എത്രയാണ്? ഹോമിച്ചു കളയുന്ന ദർശനങ്ങൾ എത്രയാണ്? ഇന്ന് എത്രയോ സ്ഥലങ്ങളിൽ മുസ്ലിം ചെറുപ്പക്കാര് കള്ളുകുത്തി പൊട്ടിക്കുന്നത് കല്യാണത്തിന്റെ തലേന്നാണ്.
കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുവന്ന ആർഭാടങ്ങളുടെയും പേക്കൂട്ടുകളുടെയും കേളീരംഗമായി പോയില്ലേ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാവേ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര, നിങ്ങളുടെ വീടുകളിൽ കല്യാണത്തിന് തൊലച്ചളഞ്ഞ ലക്ഷങ്ങൾ എത്രയാ? അതേ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ചിലകളോട് സമരം ചെയ്യുന്ന പാവങ്ങൾ എത്രയാ? വഴിവഴിയിൽ നിന്നുകൊണ്ട് പിച്ചച്ചട്ടിയുമായി നാരണയ്ക്ക് വേണ്ടി നീട്ടുന്നവരെത്രയാ? അല്ലാഹു തആല നിനക്ക് തന്ന പണം കൊണ്ടല്ലേ നിന്റെ കല്യാണം നടത്തിയത്, അതിന്റെ തലേന്ന് ആഭാസം നടത്തിയത്. അല്ലാഹുവിന്റെ അധികാരത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്തല്ല. ഏതെങ്കിലും ഒരു നിമിഷം അവന്റെ വിലയെത്തിയാൽ ഒരു നിമിഷം പോലും പിന്തിക്കുകയില്ല, മുന്നോട്ട് മാറുകയില്ല. ഇന്ന് എന്തൊക്കെയാ നടക്കുന്നത്? ഓരോ ജില്ലകളിലും ഓരോ തരത്തിൽ അനാചാരങ്ങൾ പെരുകി വരികയാണ്. കല്യാണത്തിന്റെ തലേന്നൊരു കല്യാണം, അതിന്റെ തലേന്ന് വേറൊരു കല്യാണം, പിറ്റേന്ന് വേറൊരു കല്യാണം. എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മൂല്യങ്ങളെയാണ്. നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാര് മദ്യങ്ങളിൽ അന്ത്യമയങ്ങുന്ന ഒരു കാലത്തേക്ക് കല്യാണത്തിന്റെ ചടങ്ങുകളെത്തിയപ്പോ, അല്ലയോ രക്ഷിതാവേ, മനസ്സിലും ഓർക്കണം മദീനയുടെ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അവിടുന്ന് 3 ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറ്റിയിട്ടില്ല. മദീനയിലേക്ക് വന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 1-ാം വർഷമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഏക കന്യകയായ ആയിഷ റളിയല്ലാഹു അൻഹയെ പുതിയ വചനം കൂട്ടിക്കൊണ്ടുവന്നത് അൻസ്വാരികൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുകാരെ പോലെയാണ്. ആർഭാടം അനുവദിക്കപ്പെട്ടതാണെങ്കിൽ എത്രയും കെട്ടിയൊരുക്കാൻ പറ്റുന്നതാണ്. കാരണം എന്താ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചന്ദ്രസമാനമായി പ്രകീർത്തനങ്ങൾ ആലപിച്ച് മാടി വിളിച്ച് സ്വീകരിച്ചിരുത്തിയ മദീനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം നടക്കുന്നത്. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോഴാണ് മോനെ ഈമാനുള്ള ചെറുപ്പക്കാരാ, മദീനയിൽ വന്ന ആദ്യ ദിവസങ്ങളിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് പനി ബാധിച്ചു. ചികിത്സ നടത്തിയത് മകളായ ആയിഷയാണ്, അടുത്തു നിൽക്കുന്ന പൊന്നുമോള്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആയിഷക്ക് പനി ബാധിച്ചു റളിയല്ലാഹു അൻഹാ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി ചോദിക്കുകയാണ്, ഓ പുണ്യ നബിയേ, എന്റെ മകളെ അവിടുന്ന് നിക്കാഹ് ചെയ്തിട്ട് 3 കൊല്ലമാവാനായി, ഇനി കൂട്ടിക്കൊണ്ടുപോകാൻ സമയമായോ നബിയേ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ലോകത്തിന്റെ മുഴുവനും നേതാവായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, സിദ്ദീഖുൽ അക്ബറേ, ആയിഷയ്ക്ക് ഞാൻ പറഞ്ഞ മഹർ കൊടുക്കാൻ എന്റെ കയ്യിൽ ക്യാഷില്ല, അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ പരാതിയില്ല. എനിക്കല്പം പണം വായ്പ തരുമോ? 100 ദീനാർ കടം വാങ്ങിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മഹർ കൊടുത്തിട്ട് കൊണ്ടുപോയി. താമസിപ്പിക്കുന്ന വീട് 10 കോടിയുടെ അറയല്ല പെങ്ങളെ, 5 ലക്ഷത്തിന്റെ കലവറയല്ല, മണവറയല്ല മോളെ. അത് പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ അങ്ങനെ ചെയ്യാതിരുന്നത്? അല്ല അല്ല, വറാവദതുൽ ജിബാലു ശുമ്മു മിൻ റഹബി അൻനഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി فأكدت ذهبه فيها ضرورته إن الضرورة لا تعدو على العصم.
കൈ ചില്ലറയില്ലാഞ്ഞിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മണവറയുണ്ടാക്കാഞ്ഞത്, അല്ലെങ്കിൽ അറയൊരുക്കാഞ്ഞത്. വിചാരിച്ചു പോകണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉഹദ് മല ചോദിക്കുകയാണ്, സ്വർണമായി വരട്ടെ നബിയേ? വേണ്ട വേണ്ട, വേണമെങ്കിൽ സ്വർണത്തിന്റെ അറ ഒരുക്കാനുള്ള സാമ്പത്തിക ഭദ്രതയുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തയ്യാറായില്ല. മണ്ണുകൊണ്ട് പടുത്തുണ്ടാക്കിയ കൊച്ചൊരു മുറിയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്. അതിന്റെ മേലെ ഈത്തപ്പനയുടെ മട്ടൽ വെച്ചു, അതിന്റെ മേലെ അതിന്റെ ഇലകൾ വിരിച്ചു, അതിന്റെ മേലെ അല്പച്ചളിയും ഇട്ടു. ആ വീട്ടിലേക്കാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അതിന്റെ മുമ്പിൽ ഒരു വിരിപ്പിട്ടിട്ടുണ്ട്. നല്ലതുപോലെ കട്ടിയിൽ തട്ടിയ ഒരു തട്ടിന്റെ മുകളിൽ വേണമെങ്കിൽ ഒരാൾക്ക് കയറിയിരിക്കാം. ഇത്രയും ചെറിയൊരു വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അറയിലുള്ള വസ്തുക്കൾ എന്താണെന്ന് ചരിത്ര ഗ്രന്ഥം വായിക്കുമോളെ. ഒരു പാത്രമുണ്ട് വെള്ളം കഴുകി വെക്കാൻ, വേറൊരു പാത്രമുണ്ട് വെള്ളമെടുത്ത് പ്രാഥമിക ആവശ്യത്തിന് ഉപയോഗിക്കാൻ, ഒരു കോപ്പയുണ്ട് വെള്ളം കോരിയെടുക്കാൻ, മറ്റൊരു പാത്രമുണ്ട് കാരക്കയിട്ട് വെക്കാൻ, വേറൊരു പാത്രമുണ്ട് അവിടെ ഗോതമ്പിന്റെ മാവിട്ട് വെക്കാൻ. പിന്നീടോ അവിടത്തേക്ക് 2 വസ്ത്രങ്ങളുണ്ട്, അതൊന്ന് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ. ഒരു വിരിപ്പേ ഉള്ളൂ, ഒരു ചെറിയ വിളക്കുമുണ്ട്. ഇത്രയുമായപ്പോ ആയിഷ ബീവിയുടെ അറയില്ലേ? ചരിത്രത്തിൽ ഇന്നും കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ആവശ്യമുള്ള സാധനങ്ങൾ വേണ്ടെന്നല്ല, അനാവശ്യത്തിനു വേണ്ടി ലക്ഷങ്ങൾ പൊടിപൊടിച്ചു കളയുന്ന സഹോദരാ, പണം നിന്റെതല്ല. പണം എന്റേതാ മൊയ്ലാരെ, ഞാനങ്ങ് ചെലവാക്കുമ്പോ നിങ്ങളാരാ ചോദിക്കാൻ? പണം ഒരു തമ്പുരാനിവിടെയില്ല, പണത്തിന്റെ അധികാരി അല്ലാഹുവാണ്. ഖുർആൻ തന്നെ പറയുന്നു, മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നമ്മൾ നൽകുന്നവരിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ഒരു ഹോട്ടൽ മുതലാളിയുടെ വിലയെങ്കിലും പടച്ചവനെ കുറിച്ച് നമുക്ക് വേണം. കാരണം തൊഴിലാളി ജോലി എടുക്കുന്നുണ്ടോ എന്ന് മുതലാളി നോക്കും, വിറ്റുവരവ് എത്രയാണെന്ന് മുതലാളി നോക്കും. ഇതുപോലെ അടിമകളുടെ കയ്യിൽ കൊടുത്ത പണത്തിന്റെ കണക്ക് പടച്ചവനാളെ ചോദിക്കും. എത്ര വലിയ ഹാജിയാരായാലും മുതലാളിയായാലും വമ്പനായാലും കൊമ്പനായാലും ചാറ്റയായാലും ബിർളയായാലും ഭാരതിയായാലും ആരായാലും പടച്ചവന്റെ മുമ്പിൽ വരുമ്പോൾ കിട്ടിയ പണത്തിന്റെ കണക്ക് ബോധിപ്പിക്കാതെ റബ്ബിന്റെ കോടതിയിൽ നിന്ന് രക്ഷയില്ല. അപ്പൊ കോടി ഉപയോഗിച്ചവൻ കോടിയുടെ കണക്കാണ് കൊടുക്കേണ്ടത്, ലക്ഷം ഉപയോഗിച്ചവൻ ലക്ഷത്തിന്റെ കണക്കാണ് കൊടുക്കേണ്ടത്. മുറുക്കാൻ പീടിയക്കാരന് വൈകുന്നേരം രാവിലത്തെ പൈസ എത്ര, വൈകുന്നേരത്തെ പൈസ എത്ര. പെട്ടിക്കടക്കാരന് ടെൻഷനില്ല. സൂപ്പർ മാർക്കറ്റുകാരന് പിന്നെ കമ്പ്യൂട്ടറുണ്ട്, ചിലപ്പോ കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറും ഉണ്ട്. ഒന്നുകൂടി വലിയ ഹൈപ്പർ മാർക്കറ്റുകാരന് അക്കൗണ്ടന്റ് ഉണ്ട്, കമ്പ്യൂട്ടറുണ്ട്, നെറ്റ്വർക്ക് സംവിധാനമുണ്ട്. കോടിയുടെ അക്കൗണ്ട് കോടതിയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റൂല. അതുകൊണ്ട് പെങ്ങളെ, അവിടെ തിളച്ചു മറിയുന്ന മരുഭൂമിയിൽ കിടന്ന് തീരുക്കുന്ന സൂര്യനോട് വല്ലലിച്ചിട്ട് നിന്റെ ഭർത്താവ് രക്തം വിയർപ്പാക്കിയിട്ട് അയച്ചു തരുന്ന പണം കൊണ്ട് തലശ്ശേരി അങ്ങാടിയിൽ പോയി മാനം കൊള്ളുന്ന പെങ്ങളെ, കണ്ണൂരിൽ പോയിട്ട് തുള്ളിച്ചാടുന്ന സഹോദരി, കോഴിക്കോട് പോയി ഷോപ്പിംഗ് നടത്തുന്ന പെങ്ങളെ, ഈ പണത്തിന്റെ കണക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ അവതരിപ്പിക്കേണ്ടതാ. 1,00,000 രൂപയിൽ നിന്ന് 50,000-ത്തിന് CD വാങ്ങിയതാ, 20,000-ത്തിന് CD വാങ്ങിയതാ, 30,000-ത്തിന് അവിടെ ഷോപ്പിംഗ് നടത്തിയതാ. ഇങ്ങനെ കണക്ക് പറഞ്ഞ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടുമോ സഹോദരി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഗവൺമെന്റിൽ നിന്ന് ചെറിയൊരു സംഖ്യ ഉണ്ടായിരുന്നു. കാരണം എന്താ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് മാർക്കറ്റിൽ പോയി കച്ചവടം നടത്തുന്ന പെണ്ണുങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് ഏതെങ്കിലും ബിസിനസ് മാളുകളിൽ പോയി നിൽക്കുന്ന ആളുകളല്ല. വേണ്ടത് ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങനെ ഗവൺമെന്റിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ അവർക്കുണ്ട്. പക്ഷേ ആ സംഖ്യ കിട്ടുന്ന ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ പത്നിയാണ്. കാരണം ആ കിട്ടുന്ന ദിവസം ഒരുപാട് ആളുകൾ വരും. എല്ലാവർക്കും സംഭാവന ചെയ്ത് പാവപ്പെട്ടവരെ മുഴുവനും സഹായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയുടെ പേരിൽ എഴുതി കൊടുത്ത ചെറിയ ഒരു സ്ഥലം അഥവാ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ അത് സഹോദരിയുടെ പേരിലായി. അത് മുഴുവനും വിറ്റിട്ട് മുഴുവൻ സംഖ്യയും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു എന്ന് ഹയാത്ത് ആയിഷയിൽ വായിക്കാം. ഇതുപോലെ ആയിരുന്നു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ജീവിതം. അതുകൊണ്ട് പെങ്ങളെ, പടച്ചവനെ മറന്നുകൊണ്ട് നീ വസ്ത്രം ധരിക്കാൻ പാടില്ല. നിങ്ങളെ പടയ്ക്കുക മാത്രമല്ല പടച്ചവൻ ചെയ്തത്, ഖദ്ദർനാ ബൈനകുമുൽ മൗത, നിങ്ങൾക്ക് നമ്മൾ മരണത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നമ്മൾ മുൻകടക്കപ്പെടുന്നവരല്ല. സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ല. വലകും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ താമസമുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയവുമുണ്ട്. ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങളതുകൊണ്ട് കർമ്മം ചെയ്യാൻ വേണ്ടിയുള്ള ജീവിതമാണിത്. സൽക്കർമ്മങ്ങളിലൂടെ സ്വർഗം നേടേണ്ട ജീവിതമാണിത്. നല്ല കാര്യങ്ങൾ ചെയ്ത് പറുദീസ പാദപ്പെടുത്തേണ്ട ജീവിതമാണിത്. അല്ലാതെ ഇഷ്ടമുള്ളതുപോലെ ഓടി നടക്കാനല്ല. നാളെ ഈ ജീവിതം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ളത് എന്താണ്? അവരുടെ കർമ്മങ്ങളുടെ മേലാണ് അവർ പുനർജനിപ്പിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ പുനർജനിപ്പിക്കുന്നത് അവരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ മനുഷ്യന്റെ തുടക്കം എവിടെയാണ്? അവന്റെ പരിണാമഘട്ടങ്ങൾ ഏതാണ്? ഇനി ഇവിടുത്തെ ജീവിതം ലിമിറ്റഡ് ആണ്. ഇനി മരിക്കാതെ ഒരാൾക്കും ഒഴിയാൻ സാധ്യമല്ല. കദാലിക അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതാണ്. അൽ മുത്തഖീന അല്ലദീന തതവഫാഹുൽ മലായികതു തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. ഇവിടെ സൽക്കർമ്മം ചെയ്ത ആളുകളാണെങ്കിൽ പടച്ചവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു. അല്ലാഹ് പറഞ്ഞതിനെ കണ്ടു, അത് മാത്രം പരിമിതപ്പെട്ടു. അല്ലാഹ് വിലക്കിയതാണ് മോനെ, അന്യ പെണ്ണിന്റെ കൂടെ ഇടപഴകാൻ പാടില്ല, അന്യ സ്ത്രീ പുരുഷന്മാര് ഇടകലരാൻ പാടില്ല. മൊയ്ലിയാരെ, അതൊക്കെ ലേറ്റസ്റ്റ് ഫാഷനല്ലേ ഇപ്പോ? മോനെ, ഒരു ഫാഷനും പ്രപഞ്ചത്തിന്റെ നിയമം മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ശാസ്ത്രവും മരണത്തെ തോൽപ്പിച്ചിട്ടില്ല. ഒരു ശാസ്ത്രവും കൃത്യമായി പറഞ്ഞാൽ രോഗങ്ങളെ അതിജയിച്ചിട്ടില്ല. ഇവിടെ അല്ലാഹുവിന്റെ വ്യവസ്ഥിതിയാണ് നടക്കുന്നത്. ആ വ്യവസ്ഥിതിക്കപ്പുറം ഒരു വ്യവസ്ഥിതിയുമില്ല. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിന്റെയും മേൽ അധികാരിയായ അല്ലാഹുവിന്റെ നിയമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അത് മാറ്റിവെക്കാൻ ആർക്കും സാധ്യമല്ല. അതേ സമയത്ത് നീ സൽക്കർമ്മിയായ മനുഷ്യനാണോ, അല്ലാഹു തആല അവരുടെ റൂഹിനെ പിടിക്കുന്നതാണ്. അഥവാ മലക്കുകൾ അവരുടെ റൂഹിനെ പിടിക്കുന്നതാണ്. ഫതവഫാഹുൽ മലായികതു തയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും
അലൈക്കും, അവരുടെ പരിശുദ്ധാത്മാക്കളെ അല്ലാഹു തആല ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരുടെ റൂഹ് പിടിക്കുന്നതാണ്. എന്നിട്ട് പറയും, നിങ്ങൾ സ്വർഗത്തിൽ കടന്നോ, ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങളുടെ കാരണത്താൽ നിങ്ങൾ സ്വർഗത്തിൽ കടന്നോ. യാ അയ്യത്തുഹൽ നഫ്സുൽ മുത്മഇന്നത്തു ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച് അവനിൽ വിലയം പ്രാപിച്ച ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക, നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കോ. റാദിയതൻ മർദിയ്യ, പരസ്പരം തൃപ്തിപ്പെട്ടവരായ നിലക്ക് ഫദ്ഖുലി ഫീ ഇബാദി, അടിമകളിലേക്ക് അഥവാ എന്റെ ഇഷ്ടദാസന്മാരിലേക്ക് ചേർന്നോ. വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് ചേർന്നോ. നല്ല മനുഷ്യന്മാര് മരിക്കുന്നത് എങ്ങനെയാണ്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ കഫൻ പുടവയൊക്കെ പൊതിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു വെള്ളപ്പറവ പോലെയുള്ള സാധനം വന്ന് അവിടുത്തെ കഫൻ പുടവയുടെ എന്ന് കയറി ഖബറിൽ കിടത്തിയിട്ട് അല്പസമയം കഴിയുമ്പോ അതാ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ്, യാ അയ്യത്തുഹൽ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്കീർത്തനങ്ങൾക്ക് വിധേയമായ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ആധികാരിക ശബ്ദമാണ്. അതുകൊണ്ട് മോനെ, വ്യക്തിത്വം കാണിക്കേണ്ടത് അവിടെയാണ്. മരിക്കുന്ന സമയത്ത് ചിരിച്ചു മരിക്കണം. സ്വർഗത്തിലേക്ക് പോകാൻ പാകപ്പെട്ട നിലയിൽ മരിക്കണം. അവിടെയാണ് ജീവിത വിജയം. ഇവിടുത്തെ ജീവിതം ഒരു 100 100 ചില്ലറയോ വയസ്സിന്റെ ഉള്ളിൽ പരിമിതപ്പെട്ടതാണ്. അതേ സമയത്ത് എത്രയോ നീണ്ട ലോകമാണ് പരലോകം. നമ്മൾ വിചാരിക്കും, ഓ മൗലവിമാരെയൊക്കെ കണ്ട ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ, എന്റെ മോനാരാ MBA MCA MBBS എഞ്ചിനീയറിംഗ് BTech MTech ഇനി എന്തെങ്കിലും ഓൾ സ്ക്വയർ എല്ലാം കൂടിയാണ്. പക്ഷേ ആ വിലാസങ്ങൾക്കൊന്നും ഇവിടെ നിലനിൽക്കില്ല. ഇതിന്റെ അർത്ഥം ഭൗതിക വിദ്യാഭ്യാസം വേണ്ടാന്നല്ല. പക്ഷേ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ആത്മീയ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ മക്കൾ എഞ്ചിനീയേഴ്സ് ഉണ്ടാകണം, എന്നാലല്ലേ പള്ളി പണിയാൻ പറ്റൂ. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ നമ്മുടെ ആളുകൾ ആവശ്യമാണ്. ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലല്ലേ ചികിത്സിക്കാൻ പറ്റൂ. ഫിസിഷ്യന്മാരില്ലെങ്കിൽ എങ്ങനെയാണ് ചികിത്സിക്കുക? അങ്ങനെ എല്ലാ ആവശ്യമായ മേഖലകളിലും ആള് വേണം. അതിനുവേണ്ടി മതത്തെ ബലി കഴിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. മതത്തെ ബലി കഴിക്കല്ലേ. എന്റെ മകൻ എഞ്ചിനീയറാണ്, പക്ഷേ നിസ്കാരത്തിന്റെ ഫർള് എത്രയെന്നറിഞ്ഞുകൂടാ, നിസ്കരിക്കണ്ടേ എങ്ങനെയെന്നറിഞ്ഞുകൂടാ. അപ്പോഴവൻ അപകടത്തിലല്ലേ വാപ്പാ? അനിവാര്യമായ മതവിദ്യാഭ്യാസം പോലുമില്ലാതെ പണത്തിന്റെ പളപളത്തിൽ ഭൗതികതയുടെ പരിപ്രേക്ഷങ്ങൾക്ക് വേണ്ടി ജീവിതം മോഹിച്ചുപോയ പുതിയ തലമുറയെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താ? ഇന്ന് കൊച്ചുവെളുപ്പാങ്കാലത്ത് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകുന്ന കുട്ടിക്ക് മദ്രസയെ പഠിക്കാൻ നേരമില്ല. ഇതുപോലെ നമ്മുടെ സംസ്കാരങ്ങളെ മാറി മറിഞ്ഞു വരുമ്പോ എന്റെ മകന്റെ 1ഉം 2ഉം 3ഉം അവന്റെ ആഖിറത്തിന്റെ വിജയമാണ്. പിന്നെയാണ് അവന് ദുനിയാവിലെ വിജയം. അവന് മാന്യമായി ഇവിടെ ജീവിക്കണം, ഇജ്ജത്തോടെ ഇവിടെ മുന്നേറണം. പക്ഷേ അതിനേക്കാൾ വലുതാണ് 100 കൊല്ലത്തെ ഭൗതിക ജീവിതത്തിൽ അവന് അഭിമാനം വേണമെന്ന് വാപ്പ ചിന്തിക്കുന്നത് മോനോടുള്ള സ്നേഹമാണ്. എന്നാൽ 1000 കൊല്ലത്തിലല്ല, അവസാനിക്കാത്ത പരലോകത്തവന് സ്വർഗം വേണമെന്നല്ലേ സ്നേഹമുള്ള വാപ്പ ചിന്തിക്കേണ്ടത്. ഓ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അൻ-നാസു വൽ ഹിജാറ
റമദാൻ മാസമാകുമ്പോ മദ്രസയുടെ പരീക്ഷ എടുക്കും, ശവ്വാലാകുമ്പോഴോ അല്ലെങ്കിൽ റമദാൻ മാസമാകുമ്പോഴോ റിസൾട്ട് വരും. അതിന് നമ്മുടെ സമുദായത്തിലെ രക്ഷിതാക്കൾ എത്രയാൾ അന്വേഷിക്കും. അതേ സമയത്ത് ഇപ്പൊ SSLCയുടെ റിസൾട്ട് വന്നു, വാപ്പമാരോടൊക്കെ ഒന്ന് ചോദിച്ചേ മോന്റെ റിസൾട്ട് എങ്ങനെയാണ്? അപ്പൊ പറയും 4 A+, ഒരു Aയും ഒരു Dയും ഒക്കെ ഉണ്ട് എന്റെ മോന് എന്നൊക്കെ പറഞ്ഞ് വാപ്പമാര് ഡീറ്റെയിലായി റിസൾട്ട് പറയുന്നില്ലേ? കാരണം നിങ്ങളുടെ ഹുബ്ബൻ ജമ്മാ ഭൗതികതയെ അത്രയ്ക്ക് പ്രേമിച്ചു പോയതുകൊണ്ടാണ്. അതേ സമയത്ത് മകൻ മദ്രസയിൽ എത്രയാണ്, കഴിഞ്ഞ എക്സാമിന് മാർക്ക് എത്രയാണ്, മദ്രസയിൽ ഇങ്ങനെ പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഓതുന്നുണ്ട്, കുഴപ്പമില്ലെന്ന ഉസ്താദ് പറഞ്ഞത്. അങ്ങനെ ഒഴുക്കം മറ്റിലല്ലേ മറുപടിയുള്ളത്? നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എവിടെയാ? അതിനനുസരിച്ചല്ലേ നിങ്ങളുടെ മക്കളുടെ റിയാക്ഷൻ ഉണ്ടാവുക. വാപ്പ കമ്പൽസറിയായി മദ്രസയിലെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിന് മകന് പ്രാധാന്യം ഉണ്ടാവും. ഇതൊന്നുമില്ല. പള്ളിക്കൂടത്തിൽ പരീക്ഷ എടുക്കുമ്പോൾ ട്യൂഷൻ വേണം, അതും പോരാങ്കിൽ നൈറ്റ് ക്ലാസ് വേണം, അതും പോരെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് വേണം. ഇതെല്ലാം കൊടുത്ത് പാസ്സാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ആത്മീയ കോഴ്സിൽ അവരെവിടെ എത്തി അന്വേഷിക്കാൻ നമുക്ക് നേരമില്ല. എന്നാൽ ഖുർആൻ പറയട്ടെ, നല്ലവരായ ആളുകൾ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബർ മറമാടാൻ വേണ്ടി, ഒരു ഖബറാളിയെ മറമാടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഖബറിന്റെ ഉള്ളിൽ കുഴി റെഡിയാകുന്നതേ ഉള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല ഉയർത്തിയിട്ട് പറയുകയാണ്, അല്ലാഹുവിനോട് ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാവൽ തേടണേ. മറത്തൈനി ഔ സലാസ, രണ്ടോ മൂന്നോ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ അബ്ദുൽ മുഅ്മിനു ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയാ വഇഖബാലിൻ മിനൽ ആഖിറതി നസല ഇലൈഹി മലായികത്തുൻ മിനസ് സമാഇ. ഒരാൾ ദുനിയാവിൽ നിന്ന് യാത്രയായി പരലോകത്തേക്ക് പോകാനെടുത്താൽ അതാ മലക്കുകൾ അവതരിച്ചു പ്രസന്നമുഖരായ മലക്കുകൾ വരുന്നു. അഥവാ സൂര്യൻ ഉദിച്ചതുപോലെയുള്ള പ്രഭാവമാണ്. അതാ മലക്കുകൾ നല്ല സുഗന്ധദ്രവ്യങ്ങളും കഫൻ പുടവകളുമായി മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ കാഴ്ച വെട്ടത്ത് മുഴുവനും വന്നിരിക്കുകയാണ്. മലക്കുൽ മൗത്തി അലൈഹിസ്സലാം അവസാനമാണ് നല്ല പ്രശോഭിതരായ മലക്കുകൾ വന്ന് കണ്ണെത്താ ദൂരം വരെ നിരന്നിരുന്നിട്ട് അവസാനമതാ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വിശ്വാസിയായ മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കാനാണെങ്കിൽ മലക്കുൽ മൗത്ത് വരുന്നു. അല്ലയോ ശാന്തി തേടിയ ആത്മാവേ, അല്ലാഹുവിൽ നിന്നുള്ള പൊരുത്തവും അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തിയിലേക്കും നിങ്ങൾ കടന്നോ. പാത്രത്തിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന ലാഘവത്തോടെ വിശ്വാസിയുടെ ആത്മാവിനെ ഊരിയിട്ട് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് കൂടെയുള്ള മലക്കുകളെ ഏൽപ്പിക്കുകയാണ്. പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബറിന്റെ അടുക്കൽ ഇരുന്നിട്ടാണ് പറയുന്നത്, വിശ്വാസിയായ മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു. എന്നിട്ടതാ വിളിക്കുന്നത് അവന് ഏറ്റവും ഇഷ്ടമുള്ള
പേരുള്ള പേരാണ്. ഏറ്റവും മനോഹരമായ പേരുകൊണ്ട് വിളിച്ച് അവന്റെ ആത്മാവിനെ നല്ല പുടവയിൽ പൊതിഞ്ഞു റെഡിയാക്കി വാനലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് കഥയല്ല, സങ്കല്പമല്ല, സത്യം മാത്രം ഒഴിഞ്ഞ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൃത്യമായ അവലോകനമാണ്. ഉപരിലോകത്തേക്ക് അവന്റെ ആത്മാവ് കൊണ്ടുപോകുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും അവന് സ്വാഗതമാണ്, എല്ലായിടത്തും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ആകാശങ്ങളും ആ എല്ലാ ആകാശത്തിന്റെ വാതിലുകളും തുറക്കപ്പെടുകയാണ്. ഈ ശോഭനമായ ആത്മാവേതാണ്, വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് സജ്ജനങ്ങളുടെ ആത്മാവുകൾ ലോകത്തേക്ക് പാറിക്കളിക്കുകയാണ്, പറന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്നിട്ട് സ്വർഗ്ഗ ഖബറിലേക്ക് കടന്നാൽ ഖബറിൽ നല്ല സ്വർഗീയമായ വസ്ത്രങ്ങളും ഇരിപ്പുകളും എല്ലാം കൊടുത്ത് ആത്മീയ ലോകത്ത് നിന്ന് ഖബറിൽ കിടക്കുന്ന മനുഷ്യനിലേക്ക് ആത്മാവിനൊരു ബന്ധം കൊടുക്കുകയാണ്. ഇതാണ് വിശ്വാസിയായ മനുഷ്യന്റെ അവസ്ഥ. വിശ്വാസിയായ മനുഷ്യന്റെ മരണം എങ്ങനെയാണ്? ഈമാനുള്ളവരുടെ മരണം എങ്ങനെയാണ്? അവർ അല്ലാഹുവിലേക്ക് ചേരുകയാണ്. അതേ സമയത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് പകരം ദുഷ്കർമ്മങ്ങൾ ചെയ്തവൻ, പടച്ചവനെ ഓർക്കുന്നതിന് പകരം പടച്ചവനെ മറന്നവൻ, അവന്റെ അവസ്ഥ എന്താണ്? ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ബൈനഹു മുലാഖീകും. നിങ്ങൾ ഓടി ഒളിച്ചുകൊണ്ടിരിക്കുന്ന മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്.